ഹായ് ഗേസ്, ഞാനുള്ളത് കാസർഗോഡാണ്. ടിപ്പുവിൻ്റെ കോട്ടയിലാണ് ഇപ്പോൾ ഉള്ളത്. ബേക്കൽ കോട്ട, കാസർഗോഡ്. ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. അപ്പോൾ ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ബേക്കൽ കോട്ടയിലേക്കുള്ള പ്രധാന കവാടം ഇതാണ്. ഇവിടെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 25 രൂപ മാത്രം. ഇത് കോട്ടയുടെ മുൻവശമാണ് ഈ കാണുന്നത്. ഇത് കോട്ടയുടെ പിറകുവശമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട സംസ്ഥാനത്തെ ഏറ്റവും വലുതും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ കോട്ടയാണ്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയായി കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറും തെക്കും ഭാഗങ്ങളിൽ അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട് പ്രകൃതിദത്തമായ സംരക്ഷണം ഈ കോട്ടയ്ക്കുണ്ട്. പേരിന് പിന്നിൽ വലിയൊരു കൊട്ടാരമെന്ന് അർത്ഥം വരുന്ന ബാലികുലം എന്ന വാക്കിൽ നിന്നാണ് ബേക്കൽ എന്ന പേര് രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കാലക്രമേണ ഇത് ലോപിച്ച് ബേക്കൽ എന്ന് മാറിയതാവാം. 1645, 1660 കാലഘട്ടത്തിൽ വെഡ്ഡന്നൂരിലെ ശിവപ്പൻ നായക് ആണ് പള്ളിക്കരയിലെ ബേക്കൽ കോട്ട നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട കടലിലേക്ക് തള്ളി നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിലാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് വലിയ വെട്ടുകല്ലുകൊണ്ടാണ്. കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാൽ നമുക്ക് പുഴയും കടലും സംഗമിക്കുന്ന സ്ഥലം കാണട്ടെ. സമുദ്രനിരപ്പിൽ നിന്ന് 130 അടിയോളം ഉയരത്തിലാണ് ഈ കോട്ടയുടെ സ്ഥാനം. കോട്ടയുടെ മതിലുകൾക്ക് 1500 മീറ്റർ അധികം ചുറ്റളവുണ്ട്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ ആയിരുന്നു. ഈ കോട്ട നൂറ്റാണ്ടുകളായി വിവിധ ഭരണാധികാരികളുടെ കയ്യിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1763 ഹൈദരാലി ബേക്കൽ കോട്ട കീഴടക്കി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമണത്തിന് ഈ കോട്ട ഒരു പ്രധാന സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചു പോന്നു. 1799 ടിപ്പു സുൽത്താൻ്റെ മരണശേഷം കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായി. പിന്നീട് ദക്ഷിണ കാനഡയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായി. കോട്ടക്കകത്ത് ഒരു പഴയ പള്ളി, ഹനുമാൻ ക്ഷേത്രം, ആയുധപുര എന്നിവയുണ്ട്. ഈ കോട്ട ഒരിക്കലും ഒരു ഭരണസ്ഥിര കേന്ദ്രമായിരുന്നില്ല, മറിച്ച് ഒരു പ്രതിരോധ കോട്ട മാത്രമായിരുന്നു. നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ള ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്.